ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗംഗേനെയും ശങ്കറിനെയാണ്. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നീയും വീണിയും അജിത്തും ജോജുവും അങ്ങനെ എത്ര പേരാ. പറഞ്ഞതുപോലെ അജിത്തും ജോജുവും എവിടെയാ ശങ്കു? എത്ര നാളായി അവരെ ഒന്നും കണ്ടിട്ട്. അജിത്തും ജോജുവും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതുവരെ പിരിഞ്ഞിട്ടില്ല. പിരിയാൻ പറ്റില്ലെന്നേ. നീ വന്നു എന്നറിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവും കേട്ടോ. നമുക്ക് കാണാന്നേ രണ്ടാളെയും എന്ന് പറഞ്ഞു. ശരി, എനിക്കവിടെ ബാംഗ്ലൂർ ജീവിക്കുമ്പോൾ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് നിങ്ങളെയൊക്കെ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിന്നെയാടാ. നമ്മളായിരുന്നില്ലേ കട്ട ചങ്ക് ഫ്രണ്ട്സ്. പിന്നെയും ഒരുപാട് കൂട്ടുകാരെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് പറയാനാ, നിന്നെപ്പോലൊരു കൂട്ടുകാരൻ എനിക്ക് ജീവിതത്തിൽ പിന്നെ കിട്ടിയതേയില്ല. എന്താടി നിൻ്റെ കല്യാണക്കാരിയൊക്കെ? ബാംഗ്ലൂരിൽ നിനക്ക് പറ്റിയ ചുള്ളൻ ചെക്കന്മാരൊന്നും ഇല്ലേ? നല്ല ചെക്കന്മാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു വൈബിന് പറ്റിയ ആരുമില്ലടാ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ലൈനും തേങ്ങയും മണ്ണാങ്കട്ടിയൊന്നും ഇല്ലാന്ന്. എനിക്ക് പ്രേമൊന്നും സെറ്റാവില്ലടാ. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാവണ കാര്യമൊന്നും എൻ്റെ ആലോചനയിലൊന്നുമില്ല. നൃത്തം ഒരു കരിയറായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. എത്താവുന്നിടത്തോളം ഹൈറ്റ്സിലേക്ക് എത്തണം. അതാണ് എൻ്റെ ഒരു അംബിഷൻ. പിന്നെ എടാ ശങ്കു, ഇരിങ്ങാലക്കുട സ്കൂളിൽ വെച്ച് എന്നെ കമൻ്റ് അടിച്ച് ഒരുത്തൻ്റെ മൂക്കിടിച്ച് നീ ചോറ് വരുത്തിയത് നീ ഓർമ്മയുണ്ടോ? അയ്യോ, പിന്നെ മറക്കാൻ പറ്റുമോ? എടാ സത്യത്തിലേ അവൻ എന്നെയല്ല കമൻ്റ് അടിച്ചത്, ഞാൻ അവനെ അങ്ങോട്ടാണ് കമൻ്റ് അടിച്ചത്. എടി ദുഷ്ടേ, അതിൻ്റെ പേരിൽ പിന്നീട് എന്തൊക്കെ പുലിവാലുണ്ടായെന്ന് നിനക്ക് അറിയോ? നീ എന്താ കാണിച്ചത്? ഒരു കണക്കിന് നീ കറക്റ്റ് ടൈമിലാണ് ലാൻഡ് ചെയ്തത് കേട്ടോ. ഇപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആയത് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ട് എത്ര ദിവസമായെന്ന് നിനക്കറിയോ? എടാ ശങ്കു, എന്താ നിനക്ക് അത്രയും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല. എടാ അതെന്ത് പ്രശ്നമാണെങ്കിലും നീ അതങ്ങ് വിട്ടു കളഞ്ഞേരേ, മറന്നേരേ. നിനക്ക് നിൻ്റെ ആ പഴയ സന്തോഷം തിരിച്ചു തരാനല്ലേടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്തിരിക്കണത്. ഇനി നമുക്ക് അടിച്ചങ്ങ് പൊളിക്കാടാ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ്. ഗൗരി ഇങ്ങനെ ടൈം നോക്കും, അവിടെ ഇരിക്കും. രാത്രി ഇത്രയും സമയമായില്ലേ, ശങ്കറിന് ഉറങ്ങണ്ടേ? ഒരു രക്ഷയില്ല. ഇത്രയും നേരം അവർക്ക് എന്തായിരിക്കും സംസാരിക്കാനുള്ളത്? അപ്പോൾ ഗൗരി തന്നെ ഇരുന്ന് സംസാരിക്കണം. അവർ ഫ്രണ്ട്സ് അല്ലേ, ഇത്രയും കാലത്തിന് ശേഷം കാണുന്നതല്ലേ, ഒരുപാട് വിശേഷങ്ങൾ ചിലപ്പോൾ പറയാനൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര സംസാരിക്കുന്നത്. ശങ്കർ വരാതെ ഞാൻ ഉറങ്ങില്ല എന്ന് ശങ്കറിന് അറിയില്ലേ? എന്നിട്ട് അതോ ആ ഗംഗയെ കണ്ടപ്പോൾ എന്നെ മറന്നു കാണുമോ? ആ ഗംഗയെ കണ്ടപ്പോൾ ഇനി എന്നെ മറന്നു കാണുമോ? ഞാൻ എന്ത് മോശമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പ്രൊഫസറുടെ മോളല്ലേ, എന്നാലും ഞാൻ ശ്രദ്ധിക്കട്ടെ. ശങ്കു എൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും? ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അത് അസൂയ കൊണ്ടൊന്നും അല്ലല്ലോ, അത് അവനുള്ള സ്നേഹം കൊണ്ടല്ലേ. അവർക്ക് രണ്ടുപേർക്കും എന്തായിരിക്കും രണ്ടുപേർക്കും ഇത്ര സംസാരിക്കാനുള്ളത്? ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഗൗരി തന്നെ ഇതിങ്ങനെ പിച്ചും മേയും പറഞ്ഞ പോലെ പറയുകയാണ്. വേണ്ട വേണ്ട, എന്നെപ്പോലൊരാൾ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ വീണ്ടും മനസ്സ് സമ്മതിക്കുന്നില്ല. ഗംഗയ്ക്ക് എന്നെക്കാളും സൗന്ദര്യമുണ്ടോ? ശങ്കറിനെ തേടി ഒരു സുന്ദരി പെണ്ണ് വരുമെന്ന് ശങ്കർ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇവളായിരിക്കുമോ? ആ പെൺകുട്ടി ഗംഗയാണെങ്കിലോ? അല്ല, അത് ശങ്കറിനോട് ചുമ്മാ തമാശയ്ക്ക് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ അത് തമാശ അല്ലെങ്കിലോ? ഇനി എന്ത് ചെയ്യും? ഭർത്താക്കന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ശങ്കർ തന്നെ എന്നോട് പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാ? മനസ്സിൽ വേറെ എന്തെങ്കിലും കള്ളത്തരം വച്ചിട്ടായിരിക്കുമോ ശങ്കർ അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ചത്? ആയിരിക്കുമോ? ഇനി ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ശങ്കറിൻ്റെ മനസ്സിലുണ്ടെങ്കിലോ? എന്താ ഇപ്പം ചെയ്യുക? ആകെ ധർമ്മസങ്കടത്തിലായി. ഗൗരിക്ക് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും വീണ്ടും അവിടെ നിൽക്കുകയാണ്, നമ്മുടെ ശങ്കറും ഗംഗയും. അപ്പോൾ ഗംഗ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എടാ ശങ്കു, നിൻ്റെ എത്ര പഴയ ഫോട്ടോസാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് നിനക്കറിയോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശങ്കറിനെ മാറി മാറി കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശങ്കർ കണ്ടു, ഈ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിനക്കൊരു 8 or 10 വയസ്സുള്ളപ്പോൾ തൊട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നീ നോക്ക്. എൻ്റെ ഗംഗേ, നീ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, നിന്നെ സമ്മതിക്കണം കേട്ടോ. എടാ
അപ്പം എൻ്റെ പഴയ ഫോട്ടോസൊക്കെ നീ എടുത്ത് കളഞ്ഞൂല്ലേ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല. എടാ ദുഷ്ട, ഓർമ്മ വെച്ചിട്ട് കാലം തൊട്ടുള്ള നിൻ്റെ ഫുൾ ഫോട്ടോസും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ പോലും നിൻ്റെ കയ്യിലില്ല അല്ലേ? കഷ്ടം. അപ്പം ശംഖു മിണ്ടാതെ ഇങ്ങനെ നാണം കേട്ട നിൽക്കുകയാണ് ചമ്മി. അപ്പോഴാണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ ഗൗരിയെ കണ്ടപ്പോഴത്തേനും പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നിട്ട്, ഹായ് ഗൗരി, കുട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തേ ഉറക്കം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. സാധാരണ ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കിടന്നാൽ അടുത്ത സെക്കൻഡ് ഈ കണ്ണടച്ച് ഉറങ്ങണ ആളാണല്ലോ നിൻ്റെ പതിവ്. ഇന്ന് എന്ത് പറ്റി ഗൗരി, നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ശംഖു ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും കുട്ടി ഇപ്പോൾ വന്നത് നന്നായിട്ടോ. എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടാച്ചാ വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ട്, എന്ത് ഹെൽപ്പാ എന്ന് ചോദിച്ചു. ഒരു കോഫി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സ്ട്രോങ് ഒരു കോഫി കേട്ടോ. പിന്നെ അപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല. പറ്റുമല്ലോ അല്ലേ? എങ്കിലേ എനിക്ക് മാത്രമല്ല കേട്ടോ, ശംഖുവിനും വേണം. ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചു. ഗംഗയ്ക്കൊരു കോഫി പോരെ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ. എന്ത് ബുദ്ധിമുട്ട്? ഗംഗയ്ക്ക് മാത്രം പോരാട്ടോ, എനിക്കും വേണം എന്ന് ശങ്കർ പറഞ്ഞു. അതെ, എനിക്ക് കോഫി ഇടുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതലായിക്കോട്ടെ കേട്ടോ. നിങ്ങളുടെ പഞ്ചസാര ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗൗരി അടുക്കളയിലേക്ക് പോവാ. എന്താ ഗൗരി? ഒന്നുമില്ല ശംഖു, കോഫി ഞാൻ ഇപ്പം കൊണ്ടുവരാം എന്ന് ഓർത്തതാ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുക്കള ചെന്നിട്ട് കല്ലി പൂണ്ട് നിൽക്കുകയാണ്. അവളൊരു ഗംഗ വന്നിരിക്കുന്നു. അവളുടെ ഒരു കൊഞ്ചൽ. ഒരു കോഫി വേണമെങ്കിൽ മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വെതറ അവൾ നാശം. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. വെറുതെ എഴുന്നേറ്റ് പണി വാങ്ങി. എന്നിട്ട് ചായ കലിപ്പിൽ പാത്രം എടുക്കുന്നു, ഗ്യാസ് വെക്കുന്നു, കത്തിക്കുന്നു, ചായ ഇടുന്നു. ഇങ്ങനെ പറോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യും? അപ്പോൾ കലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം അപ്പോൾ ചായയൊക്കെ ഒഴിച്ചെടുത്തു. അതെ, ശരിക്കും പറഞ്ഞാൽ അവളെ മാത്രം കുറ്റം പറഞ്ഞാമല്ലോ. അവളെ വായും പൊളിച്ചിരുന്ന് പറയുന്നത് മൊത്തം കേൾക്കുന്നുണ്ടല്ലോ ഒരാൾ. കഷ്ടം. എന്നാ ശംഖുവിനൊരു ഭാര്യയുണ്ട്, അവൾ എന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ പെരുമാറാൻ കൊള്ളാവോ എന്നൊക്കെ അവൾ ചിന്തിക്കണ്ടേ? അതിന് ശംഖുവിനും വിചാരമില്ലല്ലോ, പിന്നെ എങ്ങനെയാ? അപ്പം വേഗം ചായയൊക്കെ ഉണ്ടാക്കുകയാണ് ഗൗരി. ഗൗരിക്ക് കലിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ചായ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു. ഗ്ലാസ്സിലൊഴിച്ചിട്ട് കൊണ്ടുപോകാൻ നേരത്ത് വീണ്ടും ഒരാലോചന. അല്ല, അവൾ അങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ വിടുന്നത് ശരിയല്ലല്ലോ. ഒരു പണി അങ്ങോട്ട് കൊടുത്താലോ? നല്ലൊരു പണി. ശരിയാക്കി കൊടുക്കാം. അപ്പോൾ വീണ്ടും കപ്പ് കൊണ്ടുപോയി താഴെ വെച്ചു. താഴെ വെച്ചിട്ട് അപ്പുറത്ത് ചെന്ന് രണ്ട് സോപ്പ് പൊടിയാണോ ഉപ്പാണോ എന്നറിയില്ല, എന്തോ ഒരു പാത്രത്തിൽ അതെടുത്തുകൊണ്ട് വരിക. ഈ കോഫിയിൽ കുറച്ച് ഇതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്താലോ? വേണ്ട, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിക്കണ്ടേ? അപ്പോൾ വീണ്ടും തിരിച്ചുകൊണ്ട് ഈ പാത്രം അവിടെ വെച്ചു. പക്ഷേ എങ്കിൽ വീണ്ടും മനസ്സിനകത്തൊരു സങ്കോചം. എന്താണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ ഈ ഭാര്യ കുറച്ച് സെൽഫിഷ് ആവുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ സെൽഫിഷാണ്. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ കുറച്ച് സെൽഫിഷായിരിക്കും. എൻ്റെ ശംഖു എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. ആ സ്നേഹം തട്ടിയെടുക്കാനായിട്ട് ആരും വരണ്ട, ആരും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വീണ്ടും ആ പാത്രം എടുത്തു. അപ്പോൾ സോപ്പ് പൊടിയുടെ പാത്രമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ കോഫിക്കകത്തോട്ട് കലക്കാണിട്ടിട്ട് ആൾ നല്ല സെറ്റാക്കി കലക്കി. എന്നിട്ട് കൈ ഗ്ലാസ് എടുത്ത് പിടിച്ചിട്ട്, ഇത് ശംഖുവിന്, ഇത് ഗംഗയ്ക്ക് ശരിയാക്കി തരാം. അവളുടെ കോഫി ഈ കപ്പിൽ, ശംഖുവിന് ഈ കപ്പിൽ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ആൾ കോഫിയൊക്കെ കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കോഫി കൊണ്ടുപോയി ഇവർ രണ്ടുപേരുടെയും കൈ കൊടുക്കുക കേട്ടോ. ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഒരു കോഫി ഉണ്ടാക്കി തരുന്നതാണോ ഇത്ര ബുദ്ധിമുട്ട്? ഗംഗ കോഫി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഗംഗയ്ക്കും കൊടുത്തു, ശംഖുവിനും കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും മേടിച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ല, ഗംഗ കോഫി കുടിച്ചില്ലല്ലോ. കുട്ടി എന്താ എന്നെക്കുറിച്ച് കരുതിയത് എന്ന് ചോദിച്ചു. ഞാനേ ഈ കോഫി ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ കുടിക്കുന്നതാണോ കരുതിയത്? എങ്കിൽ കേട്ടോട്ടോ, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. അല്ല, മനസ്സിലായില്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരു ശീലമുണ്ട്. ഞാനും ശംഖുവും എല്ലാവരും കോഫി കുടിക്കുന്ന പോലെ അല്ലേ ഞങ്ങൾ കോഫി കുടിക്കാറ്. അതിനൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്കൊന്നും മനസ്സിലായില്ല. കുട്ടിക്കൊന്നും മനസ്സിലായില്ല അല്ലേ? കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്കൊരു ശീലമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്.
എന്താണെന്നറിയോ? അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് കിട്ടിയാലും ഞങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതാ ഞങ്ങളുടെ ഒരു ശീലം. പാളി. അയ്യോ. അപ്പോൾ ചെറുപ്പത്തിലെ നിറം സിനിമ കണ്ട് അന്ന് മുതൽ തുടങ്ങിയ ശീലാട്ടോ അത്. എൻ്റെ കോഫി ശംഖുവിനും ശംഖുവിൻ്റെ കോഫി എനിക്കും. അതങ്ങനെയാ ശീലം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ദാ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും എക്സ്ചേഞ്ച് ചെയ്ത് അത് വാങ്ങിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഗംഗ കോഫി കുടിച്ചോ? വേറൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞങ്ങളിങ്ങനെയാണേ. അപ്പോൾ വേഗം തന്നെ അയ്യോ ഈശ്വര പണിപാളിയിലോ ഗൗരിയാകെ നിന്ന് ചൂളി നിൽക്കുകയാണ്. അപ്പോൾ ഗംഗ കോഫി കുടിച്ചിട്ട് കോഫി നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായി. ശംഖു ഇത് ഈ കോഫി അങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിയുടെ മനസ്സിൽ എങ്ങനെയാ പറയുക? അപ്പോൾ ശങ്കർ എന്ന് വേഗം വിളിച്ചു. എന്താ ഗൗരി എന്ന് ചോദിച്ചു. എന്തിനാ? നീ എന്തോ കാര്യം പറയാനായിട്ടാണല്ലോ വിളിച്ചത്. എന്തിനാ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു. അല്ല, കോഫി ഇത്തിരി പതിയെ കുടിച്ചാൽ പോരേ എന്ന് ചോദിക്കായിരുന്നു. അതെ, കോഫി എനിക്ക് പതിയെ കുടിച്ച് ശീലമാകാൻ നിനക്കറിയില്ലേ? ചൂട് കോഫി ഒറ്റയടിക്ക് മൊത്തം കുടിച്ച് തീർക്കണം, അതാ എൻ്റെ ശീലം എന്ന് പറഞ്ഞ് ശംഖു അത് മൊത്തം ഒറ്റയടിക്ക് അതങ്ങോട്ട് കുടിച്ചു തീർത്തു. എന്താ നിനക്കെന്താ പറ്റിയത്? ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പതിയെ കുടിക്കണ്ടേ, നല്ല ചൂട് കോഫി അങ്ങനെ കുടിക്കുന്ന അതിൻ്റെ ഒരു രസം. ഇനി ശംഖുവിൻ്റെ അവസ്ഥ എന്താവൂ എന്തോ എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ച്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ്. പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ നമ്മുടെ വേണിയും ആദർശം നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നന്ദിനിയമ്മ വന്ന് വേണിമോളെ എന്ന് പറഞ്ഞ് ഡോറിൽ തട്ടി വിളിക്കുകയാണ്. കുറേ പ്രാവശ്യം വിളിച്ചു കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ വേണി എഴുന്നേറ്റു. എന്നിട്ട് ആദർശേട്ടാ ഒന്ന് എഴുന്നേറ്റേ, നന്ദിനിയമ്മ വിളിക്കണു. അതിനെന്താ, നീ ചെന്ന് വാതിൽ തുറക്ക്. അല്ല ആദർശേട്ടാ, ഒരു പ്രശ്നമുണ്ട്. അതെ, ചെറിയൊരു പ്രശ്നമുണ്ടേ. എന്ത്? ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു ആദർശേട്ടാ. എന്ത് സ്വപ്നം? എൻ്റെ കള്ളഗർഭമേ നമ്മുടെ നന്ദിനിയമ്മ കയ്യോടെ പൊക്കൂന്ന്. അതാ ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കറിയില്ല. എന്നിട്ടേ നന്ദിനിയമ്മ ദേ ചെകിടത്ത് ഒറ്റയടി ഇവിടെയായിട്ട്. അതുകൊണ്ട് അപ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി ആദർശേട്ടാ. അതുകൊണ്ട് അയ്യോ, ഇനി ചിലപ്പോൾ ആ സ്വപ്നം സത്യമായിട്ടുണ്ടാവുമോ ആദർശേട്ടാ? ഇനിയിപ്പോൾ നന്ദിനിയമ്മ അതിനായിരിക്കും വന്നത്. നന്ദിനിയമ്മയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവുമോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാം? സാധാരണ നന്ദിനിയമ്മ എന്നെ വിളിച്ചുണർത്താറില്ലല്ലോ, അതുകൊണ്ടാട്ടോ എനിക്കൊരു ഡൗട്ട്. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും വേണിമോളേന്ന് വിളി. ഇതെന്തൊരു ഉറക്ക, കഷ്ടമായി പോയല്ലോ. വാതിൽ തുറക്ക്. വേഗം വേണി എന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പം നന്ദിനിയമ്മയുടെ മുഖഭാവമൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, അല്ല നന്ദിനിയമ്മേ, എന്താണ് നന്ദിനിയമ്മയെ വിളിച്ചത്? നീ ഗർഭിണിയാണോ എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി വേണി. ശരിക്കും പറഞ്ഞാൽ പേടിച്ചതുപോലെ സംഭവിച്ചോ എന്നോർത്ത്. അപ്പോൾ ആദർശം ദേണ്ട അവിടെ നിൽപ്പുണ്ട്. ആദർശം ഇപ്പം വേണി അങ്ങനെ ആദർശനോട് പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യത്തെക്കുറിച്ച്. ആദർശനെ ഇങ്ങനെ നോക്കുകയാണ് വേണി. അപ്പോൾ വേഗം തന്നെ നന്ദിനിയമ്മ വീണ്ടും നോക്കി. അതെന്താ നന്ദിനിയമ്മ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ വേണി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഗർഭിണിയാണോ എന്നാണ് ചോദിച്ചത്. അമ്മേ അത് എന്ന് പറഞ്ഞു ആദർശ. നിന്നോടാണോ ചോദിച്ചത്? നിന്നോടല്ല ഞാൻ ചോദിച്ചത്, ഞാൻ വേണിയോടല്ലേ. വേണി ഉത്തരം പറയട്ടെ. നീ മിണ്ടാതെ അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അല്ല നന്ദിനിയമ്മേ, അത് ഞാൻ എന്ന് പറഞ്ഞു. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാലേ, നീ കൂടുതൽ പറഞ്ഞൊന്നും ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അല്ല, നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ നീയാ? അപ്പോൾ വേണി ഇങ്ങനെ നിൽക്കുകയാണ്. നീ ചെയ്തത് ശരിയാണോ? അല്ല, തെറ്റാണ് എന്ന് പറഞ്ഞു വേണി. അപ്പം തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് ആ തെറ്റിനി ആവർത്തിക്കരുത്, മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ വേണി ഇങ്ങനെ പിന്നെ നിൽക്കുകയാണ്. കിളി പോയതുപോലെയാണ്. സത്യത്തിൽ കള്ളത്തരം പിടിച്ചെന്നാണ് ഓർത്തത്. ഗർഭിണികൾ ഈ സമയം വരെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദർശനും വേണിക്കും ഒരു ശ്വാസം വീണത്. അത് കുഞ്ഞിന് നല്ലതല്ല. കേട്ടോ ആദർശേട്ടാ എന്നുള്ള മട്ടിൽ ചിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഉണരണം. നാളെ മുതൽ ഈ തെറ്റ് ആവർത്തിക്കരുത്, മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അങ്ങനെ ചെയ്താലേ നിന്റെ ചെവിക്ക് പിടിച്ച് ഞാൻ കിഴുക്കും, മനസ്സിലായോ? ശരി നന്ദിനിയമ്മേ, അതായിരുന്നോ കാര്യം? അതെ, നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഞാൻ എഴുന്നേറ്റാൽ പോരെ നന്ദിനിയമ്മേ? ഞാൻ എഴുന്നേക്കാന്നേ, എല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദിനിയമ്മയുടെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. എന്താ നന്ദിനിയമ്മയുടെ കയ്യിലൊരു ഗ്ലാസ്?
ഇതെന്താ നന്ദിനിയമ്മേ, ഇത് നിനക്കുള്ളതാ, ഇതാ നീ കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേണി അത് വാങ്ങി. കുടിച്ചിട്ട് വേഗം വാ, മുത്തശ്ശി അവിടെ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ശരി നന്ദിനിയമ്മേ, ഞാൻ വേഗം കുടിച്ചിട്ട് വരാട്ടോ. പതുക്കെ കുടിച്ചാൽ മതി, ഇനി നെറുകിലൊന്നും വലിച്ച് കയറ്റിയേക്കരുത്. പതുക്കെ കുടിച്ചിട്ട് സാവകാശം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് നന്ദിനിയമ്മ അങ്ങ് പോയി. വേണി, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ ടെൻഷൻ അടിച്ച് ചത്തു. നീ പ്രഗ്നൻ്റ് അല്ലാന്ന് എല്ലാവരോടും പറഞ്ഞേ പറ്റൂ. ആദർശേട്ടാ, അന്ന് എനിക്കൊരു പൊട്ട ബുദ്ധിക്ക് ഞാൻ ഗർഭിണിയാണെന്ന് അങ്ങനെ കള്ളം പറഞ്ഞു പോയി. ഇനി പക്ഷേ അത് ഇപ്പം തിരുത്താൻ ശ്രമിച്ചാലേ അത് ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. വേണി, അനാവശ്യമായിട്ട് നീ പറഞ്ഞ കള്ളം ആ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയായി മാറും കേട്ടോ. അത് നീ പറ്റി ചിന്തിക്കാറുണ്ടോ ആദർശേട്ടാ? ഇപ്പം ആദർശേട്ടൻ അങ്ങനെ അതിനെപ്പറ്റി അങ്ങ് ചിന്തിച്ച് പോകണ്ട കേട്ടോ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ധൈര്യമായിട്ടിരിക്കുക ആദർശേട്ടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ആദർശാണെങ്കിൽ മിണ്ടാൻ നിൽക്കുക. ദേ കണ്ടോ, ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞതിൻ്റെ ഗുണങ്ങൾ കണ്ടോ? ദേ ഓരോന്നോരോന്ന് നന്ദിനിയമ്മ കൊണ്ടുവരിക. നീ ഗുണം മാത്രമേ കണ്ടിട്ടുള്ളൂ, ദോഷം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും പറയാനും പറ്റുകയില്ലാത്ത അവസ്ഥയായി. അപ്പോൾ വേണി ഇതൊക്കെ ആസ്വദിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. ശങ്കർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇത് 16 തവണയായി. ഇങ്ങനെ തവണയായി ഇങ്ങനെ പോയാൽ 16 അടിയന്തരം നടത്തേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര. ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ വയറ് കേടാവാൻ ഞാൻ ഇന്നലെ എന്തിട്ടാ കഴിച്ചത്? പുറത്തുനിന്ന് ഫുഡൊന്നും ഞാൻ കഴിച്ചില്ലല്ലോ. അയ്യോ, എന്തൊരു ഗതികേടാ. അപ്പോൾ ശംഖു ആകെ അവശതയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഗൗരി അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ ഗൗരി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും എൻ്റെ പൊന്ന് ഗൗരിയെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഗൗരിയുടെ കയ്യിൽ ഒരു ഗ്ലാസ്, അതിനകത്ത് എന്തോ മരുന്നാണെന്നാണ് തോന്നുന്നത് ശങ്കറിനുള്ള. ആദ്യം മരുന്ന് കൊടുത്തതും ഗൗരി, പിന്നെ അതിന് പ്രതിവിധി ചെയ്യേണ്ടതും ഗൗരി തന്നെയാണല്ലോ. അപ്പോൾ കയറി വന്നു. എൻ്റെ പൊന്ന് ഗൗരിയെ, ഇന്നലെ രാത്രി മുതൽ ഞാൻ ആ ബാത്റൂമിൽ അടയിരിക്കുക. മനുഷ്യന് എൻ്റെ അമ്മോ ഒരു പരുവായിട്ടോ ഞാൻ എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ ലാസ്റ്റായിട്ട് കുടിച്ചത് നീ കൊണ്ടുവന്ന കോഫിയല്ലേ? അതിപ്പോഴാണോ ഓർമ്മ വന്നത് എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനൊരു ടോക്ക്? അത് പതുക്കെ കുടിച്ചാൽ പോയതെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചല്ലേ. അപ്പം എന്താ പറഞ്ഞത്? ചൂട് കാപ്പി ഒറ്റ വലിക്ക് കുടിച്ചാലേ അതിനൊരു സുഖം കിട്ടൂന്നല്ലേ? ഓഹോ, ഇപ്പം കിട്ടിയല്ലോ, എങ്ങനെയുണ്ട്? അപ്പോൾ നീ കോഫിയിൽ എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.